നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ആദ്യമേ സ്വന്തമായിട്ടൊരു വാഹനം എടുത്ത് റോഡിൽ ഇറങ്ങാൻ പേടിയാണ്. അങ്ങനെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. പേടി കൂടാതെ എങ്ങനെയാണ് ഒരു തുടക്കക്കാരൻ ഒരു വാഹനം ഓടിക്കുക എന്ന് ഞാനത് ഓടിച്ച് തന്നെ കാണിച്ചു തരാം. ആദ്യം എന്തൊക്കെ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ റോഡിലൂടെ പോകുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. ഞാനിപ്പോ ഒരു 2-3 കിലോമീറ്ററോളം ഓടിക്കുന്നുണ്ട്. അതിനകത്ത് പലത് കാണാം. കാരണം തിരക്കുകൾ കാണാം, ചിലപ്പോൾ തിരക്കില്ലാതെ കാണാം, ചിലപ്പോൾ വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നുണ്ടാകാം, ചിലപ്പോൾ നിർത്തേണ്ടതുണ്ടാകാം. ഇത് ഓരോ കാര്യങ്ങളും ഞാനത് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം കാണിച്ചു തന്നെ ഞാനത് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലൊരു സ്വയമേ ഒരു വണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിക്കും. സ്വന്തമായിട്ടൊന്നൊരു വണ്ടി ഓടിച്ചിട്ട് പോകണ ആഗ്രഹമാണ്, പക്ഷെ പേടിയാണ്. അങ്ങനെയുള്ള ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരോട് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ആദ്യമേ നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കി വെച്ചിരിക്കണം. കാരണം നമ്മുടെ വാഹനം വീട്ടിൽ കിടക്കുന്ന സമയത്ത് പലരായിരിക്കും ആ വാഹനം ഉപയോഗിച്ചത്. അപ്പം പലർക്കും പല രീതിയിലാണ് സീറ്റുകൾ അറേഞ്ച് ചെയ്യേണ്ടത്. അതായത് നമുക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്യുക. അപ്പൊ നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കയറി കാണുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണ് സീറ്റ് ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാലും ജസ്റ്റ് ഞാൻ ഓടിച്ചങ്ങ് പോകാം. നമ്മൾ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സീറ്റ് ക്ലിയർ ചെയ്യുക. കണ്ടില്ലേ, സീറ്റ് ക്ലിയർ നമുക്ക് അറിയാമെന്ന് വിചാരിക്കും. താഴെ നമുക്ക് ആ സീറ്റിന് താഴെയായിട്ടൊരു കമ്പി ഉണ്ട്. ആ കമ്പിയിൽ നിങ്ങൾ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി വരും. അതേപോലെ നമ്മുടെ ചാരും അഡ്ജസ്റ്റ് ചെയ്യുന്ന പലർക്കും ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പലർക്കും അറിയത്തില്ല എവിടെയാണ്. നമ്മൾ ഈ സീറ്റിന്റെ മൂലയ്ക്കായിട്ടാണ് ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ചാരിൽ ആ ക്ലിപ്പിൽ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും മുൻപോട്ടിലും ബാക്കിലോട്ടും എത്ര വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കൃത്യമാക്കി വെക്കുക. അതിന് നമ്മുടെ കാല് ബ്രേക്കിൽ തന്നെ ഉണ്ട്. ക്ലച്ച് കവിട്ട് നമ്മൾ ന്യൂട്രലാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്ത് മിററുകളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു. സീറ്റ് ബെൽറ്റും ഒക്കെ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അപ്പൊ മിറർ ക്ലിയർ ആക്കി വെക്കുന്നതിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാൽഭാഗം ബോഡി കാണത്തക്ക പോലെ, മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ വേണം മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്തു. ഈ റിലീസ് ചെയ്തതിന് ശേഷം നമ്മുടെ കാലുകൾ ഇപ്പം ക്ലച്ചിലും ബ്രേക്കിലുമാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കയറി ഇരിക്കുന്നപ്പം നിങ്ങൾ തുടക്കക്കാർ ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കയറി ഇരുന്ന് സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാലുകൾ ബ്രേക്കിൽ വെച്ചിട്ട് വേണം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തപ്പോൾ എന്റെ കാല് ബ്രേക്കിലുണ്ട്. അപ്പൊ നിങ്ങളുടെ കാലുകൾ ബ്രേക്കിൽ വെച്ച് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബ്രേക്കിൽ നമ്മുടെ കാലുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ വാഹനം പലയിടത്തും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ ക്ലച്ച് ചവിട്ടും. വണ്ടിയുടെ 4 സൈഡിലും വീലുകൾ ഉരുണ്ട് കിടക്കുമായതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രതലം ഒരുപോലെ അല്ലായിരിക്കും. എപ്പോഴും നിരപ്പാകണമെന്നില്ല നമ്മൾ കിടക്കുന്ന സ്ഥലം. ചിലപ്പോൾ ഹാൻഡ് ബ്രേക്ക് കറക്റ്റ് അല്ലായിരിക്കും. എന്ത് ചെയ്യും, വണ്ടി ഉരുളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കാലുകൾ കൃത്യമായിട്ട് ബ്രേക്കിൽ വെച്ചോണ്ട് വേണം ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് മാറിയപ്പോഴും എന്റെ കാല് ആ ബ്രേക്കിൽ തന്നെയാണ്. ഞാൻ കയറിയപ്പോഴേ ബ്രേക്ക് വെച്ചാണ്. ഇപ്പം കാലിപ്പോ ഗിയർ ഇട്ടുകൊണ്ടും ഹാൻഡ് ബ്രേക്ക് മാറി എന്റെ കാല് ക്ലച്ചിലും ഉണ്ട്. നമ്മളെ റോഡിന്റെ നമ്മളെ ഭാഗങ്ങൾ ഇപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്കിപ്പം ബാക്കിലോട്ട് നോക്കണമെന്നില്ല. നമുക്ക് ഫ്രണ്ട് നോക്കി എടുത്താൽ മതി. എന്നാൽ പലയിടത്തും നമ്മളൊരു വണ്ടി എടുക്കണം. റോഡിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നായിരിക്കാം, തിരക്കിൽ നിന്നായിരിക്കാം, പലയിടങ്ങളിലും. അപ്പൊ നമ്മൾ എപ്പോഴും മിററിൽ നോക്കി ഒരു വാഹനം ബാക്കിലില്ലെന്ന് ഉറപ്പ് വരിക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പതിയെ ബ്രേക്ക് ചെയ്ത് ഒന്നയച്ചോളൂ. ഇപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആദ്യമേ ബ്രേക്കിൽ നിന്ന് നമ്മൾ കാലെടുത്ത് പതുക്കെ എടുത്ത് നോക്കണം. മുൻപിലോട്ടും ബാക്കിലേക്കും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ബ്രേക്കിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. നിങ്ങൾ പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ക്ലച്ച് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരും. മുകളിലോട്ട് പോരും തോറും എന്ത് ചെയ്യും, ഈ വാഹനം മുൻപോട്ട് പോകാൻ തയ്യാറായാൽ പോലും നിങ്ങളുടെ കാല് എവിടുന്ന് മാറുന്നില്ല, ബ്രേക്കിൽ നിന്ന് മാറുന്നില്ല. ഈ ഗിയർ കിടക്കുന്ന വണ്ടി ക്ലച്ചിൽ നിന്ന് മുകളിലോട്ട് കാലെടുത്ത് എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫായി പോയി. ഈ ഓഫ് ആയാൽ പോലും പലർക്കും മനസ്സിലാകാതെ വരും. അപ്പൊ ഇങ്ങനെ 2-3 പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഓഫ് ആയി കഴിയുമ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് സ്വയമേ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലും ഒരു പേടി ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ബ്രേക്കിൽ നിന്ന് പതുക്കെ അയച്ചു നോക്കുക. അപ്പൊ മുൻപിലോട്ടും ബാക്കിലേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ബ്രേക്ക് ചെയ്ത് മാറ്റാം. 2 സൈഡിൽ വണ്ടിയിൽ ഇത് കണ്ടു, ബ്രേക്ക് ചെയ്ത് മാറ്റി ക്ലച്ച് നിങ്ങൾ എടുത്തോണ്ട് ഓടരുത്. എനിക്കിപ്പം ഇങ്ങനെ റൈറ്റിലേക്ക് തിരിയണം. ഞാനിപ്പോ ബ്രേക്കിൽ നിന്ന് മാറി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അവിടെ പോയി ഇടിക്കുന്നതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ഈ ചെയ്ത് കളയുന്നത്. പലരും എന്ത് ചെയ്യും, സ്റ്റിയറിംഗ് കടന്ന് ഭയങ്കരമായിട്ട് അങ്ങ് പിടിക്കും. അപ്പൊ കാലുകൾ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കൈ നിയന്ത്രണം കിട്ടാതെ വരുന്നത്. നമ്മൾ കാലൊരു കാരണവശാൽ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ഒരുത്തണ്ട് ഓടിപ്പോകരുത്. ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ച് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ അറിയാം പകുതി ആകുമ്പോഴാണ് വണ്ടിക്ക് ഒരു അനക്കം തുടങ്ങുന്നത്. ആ പകുതി ആകുമ്പോൾ അനക്കം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് നമുക്ക് ആ ഒരു വിളിച്ചാൽ മതി. കാരണം നമുക്ക് ഇങ്ങോട്ട് തിരിക്കാനുണ്ട് കേട്ടോ. ഇങ്ങോട്ട് തിരിയുന്ന വണ്ടി ആ ക്ലച്ചിൽ നിന്ന് ഒരുപാട് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ
നമുക്ക് സ്പീഡ് കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരും. എത്രയാ എടുത്തപ്പോഴാണോ വണ്ടി മൂവ് ആയ അത് തന്നെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വാഹനം നേരെ ആകുന്നിടം വരെ നമ്മൾ തിരിച്ചു ആ വണ്ടിയെ നേരെ ആകുന്നിടം വരെ ക്ലച്ച് എന്ത് ചെയ്യരുത്, എടുത്തോണ്ട് ഓടരുത്. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് എന്ത് ചെയ്യാം, വാഹനം ഓടിക്കുക. ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് ഗിയർ തന്നെ തുടക്കക്കാരൻ ഓടിക്കുന്ന രീതി തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ഫ്രണ്ടിലൊക്കെ നമുക്കൊരു 10 അടിയോ 20 അടിയോ കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വെപ്രാളം ധൃതിയും വെച്ച് ഗിയർ മാറാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഇപ്പൊ എനിക്ക് മുൻപിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടുന്ന് ഒരു 5 അടിക്ക് മുമ്പ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കൊരു വണ്ടി നിർത്തി വേണം, ജംഗ്ഷനാണ്, നിർത്തി വേണം എടുക്കാൻ. നിങ്ങൾ ചാടി എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വണ്ടികളെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, നമ്മൾ നോക്കി എടുത്തോണ്ട് പോകാൻ നമുക്ക് അതേ രീതിയിൽ തന്നെ നമുക്ക് വണ്ടി എടുത്തോണ്ട് പോകാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് നമ്മളെ ഈ റോഡ് തീർന്നു. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വരുമ്പോഴേ ക്ലച്ച് ചവിട്ടി കൊടുക്കുക. അതിന്റെ അടുത്ത് നിങ്ങൾ ക്ലച്ചും ബ്രേക്കും കൂടി ചവിട്ടരുത്. ഞാൻ ക്ലച്ച് ചവിട്ടി ഇത്ര വണ്ടി ഉരുണ്ട് കിട്ടും, എനിക്ക് ആ വഴി രണ്ട് കാണത്തക്ക പോലെ ഞാൻ നിർത്തി ആ സമയത്ത് ഞാൻ ബ്രേക്ക് കൂടെ വെച്ചു. കണ്ട, അപ്പൊ ക്ലച്ചിന്റെ കാലെ തന്നെ ഉണ്ട്, ഞാൻ അവിടെ വെച്ച ക്ലച്ച് ചവിട്ടി പിടിച്ചു. പിന്നെ നമ്മൾ എന്റെ ക്ലച്ച് ഞാൻ കാലെടുത്തില്ല, ബ്രേക്ക് കൂടെ വെച്ചു, വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങൾ ന്യൂട്രാക്കി വീണ്ടും ഒന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുത്തേക്കണം. കാരണം നമ്മൾ എപ്പോഴും ചിലപ്പോൾ ഒരു ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകും, നമ്മളെ പിന്നെ നിർത്തി കഴിയുമ്പോൾ ഗിയർ മാറാൻ. വീണ്ടും നമ്മൾ ന്യൂട്രാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തോളും, പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ട് നമ്മൾ മറന്നു പോയി എടുക്കും. ഫസ്റ്റ് ഗിയർ കൊടുത്തു, രണ്ട് സൈഡിലും വണ്ടിയില്ല, നിങ്ങൾ ഉറപ്പ് വരുന്ന വരെ നിങ്ങളെ സമയം അങ്ങ് എടുക്കണം. അല്ലാതെ നിങ്ങൾ പേടിക്കണം. നിങ്ങളിപ്പോ നിങ്ങളുടെ സൈഡിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പൊ നമ്മൾ നിർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് വഴിയിലാണോ നിൽക്കുന്നത് അവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് തന്നെ വണ്ടി നിർത്തണം. അപ്പൊ നമുക്ക് ബാക്കിലായാലും വന്നാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, അവിടുന്ന് ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് കയറണമെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, അവിടുന്ന് ആരെങ്കിലും വന്നാലും ഇതുവഴി കയറി പോകാനും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഗ്യാപ്പുകളുണ്ട്, അവർക്ക് സൈഡിലൂടെ കയറി പൊക്കോളും. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ നിർത്താൻ. അല്ലാതെ ഒരു കാരണവശാലും സെന്ററിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന വണ്ടിക്കാർ പെട്ടെന്ന് ഓൺ അടിക്കും. കാരണം ആർക്ക് പോകാൻ വേണ്ടി എന്ത് ചെയ്യും, അവർ ഓൺ അടിക്കുമ്പോൾ നമുക്ക് വെപ്രാളം കൂടും, ധൃതി കൂടും, പെട്ടെന്ന് നമ്മൾ ക്ലച്ച് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും. പിന്നെ ഇങ്ങനെ ജംഗ്ഷൻ ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു പേടികളുണ്ടാകും. അതുകൊണ്ട് സൈഡിൽ കൊണ്ട് നിർത്തിയതിനു ശേഷം രണ്ട് സൈഡിലും വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ബ്രേക്ക് ചെയ്യുന്ന പതുക്കെ എടുത്ത് നോക്കുക. കേട്ടോ, വണ്ടി അവിടെ നിന്ന് ഇല്ലെന്ന് ഉറപ്പ് വന്നിട്ട് എടുക്കാവൂ. ഇപ്പൊ എനിക്ക് വേണേ എടുക്കാം, പക്ഷെ ഞാൻ തുടക്കക്കാരൻ ഓടിക്കുന്ന പോലെ ഞാൻ എടുക്കുന്നത്. വണ്ടി ഇല്ലെന്ന് കണ്ടു, ഇവിടെ കണ്ടില്ല, വണ്ടിയില്ല, ബ്രേക്ക് എന്ന് മാറ്റി. ക്ലച്ച് നമുക്ക് ഇങ്ങനെ തിരിയാനുണ്ട്. അപ്പൊ ഈ തിരിയുന്ന സമയത്ത് ഒന്ന് ക്ലച്ച് ഓടരുത്. കണ്ട, അപ്പൊ തിരിഞ്ഞ് നമ്മുടെ സൈഡിലേക്ക് വരും. എനിക്ക് ഈ നേരെയാണ് പോകേണ്ടത്. കണ്ട, ഇപ്പൊ ക്ലച്ച് പതുക്കെ എടുത്ത് ഇങ്ങനെ വന്നു വണ്ടി എന്റെ സൈഡിലേക്ക് ആയത് കണ്ട ഞാൻ വീല് നിവർത്തി കൊടുത്തു. അപ്പൊ ഞാൻ എന്നിട്ട് നിവർത്തിനെ വരെ ഞാൻ ക്ലച്ചിന്ന് കാലെടുത്തില്ല. കണ്ട, ഇപ്പോഴാണ് ഞാൻ ക്ലച്ചിന്ന് കാലെടുക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ക്ലച്ചിന്ന് കാലെടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ഗിയറുകൾ മാറാൻ നിൽക്കരുത്. കണ്ടില്ല, ഞാൻ ആ ഫസ്റ്റ് ഗിയർ തന്നെ പോകുന്നത് തുടക്കക്കാരൻ ഓടിക്കുന്ന പോലെ തന്നെ. അപ്പൊ നിങ്ങള് ക്ലച്ചിൽ കാല് വെച്ചിരിച്ചോട്ട് ഓടിക്കുന്ന തെറ്റാണ്. എന്നാലും ഈ ജംഗ്ഷനുകൾ ഒരുപാട് വാഹനങ്ങളൊക്കെ ഉള്ള സമയത്ത്, പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഉള്ളപ്പോഴേ, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് പേടി ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണം അത് തന്നെയാണ് എല്ലാവർക്കും. ബാക്കിൽ വണ്ടി ഉള്ള സമയത്ത്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഉള്ള സമയത്ത്, തിരക്കുള്ള സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ക്ലച്ചിന്ന് കാലെടുത്തോണ്ട് പോകണ്ട. ക്ലച്ച് വെച്ചുകൊണ്ട് ഓടിക്കുന്ന തെറ്റാണ്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിലോ, എന്നാലേ നമുക്ക് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടാൻ കഴിയില്ല. എനിക്കിപ്പോ ലെഫ്റ്റിലേക്ക് പോകണം, ഞാനിപ്പോ തന്നെ ക്ലച്ച് ചവിട്ടി കൊടുത്തു. എന്നിട്ട് ഞാൻ പതിയെ ക്ലച്ച് എടുക്കുകയാണ്. കാരണം എനിക്കത് കൺട്രോൾ ചെയ്തുകൊണ്ട് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പലരും എന്ത് ചെയ്യും, ഈ ക്ലച്ചിന്റെ മുകളിൽ വെറുതെ ഒന്ന് കാല് വെക്കുകയുള്ളൂ. ആ സമയം വണ്ടിക്ക് സ്പീഡ് കൂടുതലാണ് ആ സമയത്ത്. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്ത് തിരിക്കാൻ കഴിയാതെ വരും. അപ്പൊ നമ്മൾ എന്തിനാ ക്ലച്ച് ചവിട്ടി കൊടുക്കുന്നത് വെച്ചാൽ, നമ്മൾ ക്ലച്ച് ചവിട്ടിയാൽ മാത്രമേ, കാരണം ക്ലച്ച് താഴെ നിന്ന് മുകളിലോട്ട് വരുന്തോറുമേ സ്പീഡ് കൂടത്തുള്ളൂ. അപ്പൊ നമുക്ക് സ്പീഡ് കുറയണമെന്നുണ്ടെങ്കിൽ താഴ്ത്തി കൊടുത്തതിന് ശേഷം മുകളിലോട്ട് എടുക്കുമ്പോഴാണ് വണ്ടി മൂവ് ആകുന്നത്. അപ്പൊ മുകളിലോട്ട് ഒരുപാട് പോകുമ്പോൾ സ്പീഡ് കൂടിപ്പോകും. അപ്പം ആ കൺട്രോളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ക്ലച്ച് ചവിട്ടി കൊടുക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പൊ എനിക്കൊരു കയറ്റമാണിത്, ഞാൻ എന്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. കണ്ട, അപ്പൊ നമ്മൾ ഈ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ചേർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒരു വണ്ടി ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ വണ്ടിയിലോട്ട് നോക്കിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് നിങ്ങൾ ലെഫ്റ്റിലേക്ക് തിരിച്ച് ഇങ്ങനെ പെട്ടെന്ന് ആ വണ്ടി നോക്കി വെപ്രാളം പിടിച്ചൊന്നും ചെയ്യരുത്. ഇപ്പൊ എനിക്ക് മുൻപിൽ ഒരു ഹമ്പുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോ ഒരു 5 അടി 10 അടി മുമ്പേ ഞാൻ ഇത് ഇവിടുന്ന് ക്ലച്ച് ചവിട്ടി കൊടുത്തു. ക്ലച്ച് ചവിട്ടിട്ട് ഞാൻ പിന്നെ അങ്ങനെ നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. കാരണം കയറ്റം കയറി വരുന്നതായതുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് നമുക്ക് ആ വണ്ടിയുടെ ഫ്രണ്ട് വീല് കയറുന്നിടം വരെയും അതേപോലെ എടുക്കണ്ട കൃത്യമായിട്ട്. അപ്പൊ എന്നിട്ട് ബാക്കിലെ വീലൂടെ കയറി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാവും, നിങ്ങൾ ഫുള്ളായിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേറ്റർ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാവും. ഇപ്പൊ ഞാൻ എനിക്ക് സെക്കൻഡ് ഗിയർ ആണ്, ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് ആക്സിലേറ്റർ മാറ്റി ക്ലച്ച് നല്ലപോലെ ചവിട്ടി സൈഡ് ചേർത്ത് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു. കണ്ട, അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ വണ്ടി പോകും. എന്നിട്ട് നമ്മളിപ്പോ ബാക്കിൽ ഒരു വണ്ടി ഓൺ അടിച്ചു നിങ്ങൾ എന്ത് ചെയ്യരുത്, മിററിലോട്ട് നോക്കി ഇങ്ങനെ പെപ്രാളം പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നിങ്ങൾ സ്റ്റിയറിംഗ് വെട്ടിക്കരുത്. അപ്പൊ നമ്മളൊരു വണ്ടി ബാക്കിൽ ഓൺ അടിച്ചു ഒന്ന് കണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ വണ്ടി എന്റെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണോ എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ പിന്നെ കാനെ ചാടിച്ചൊന്നും നമ്മൾ സൈഡ് കൊടുക്കേണ്ട കാര്യമൊന്നും നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പോവാ. അവർക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്ത് ചെയ്തോളും, അവർ കയറി പൊക്കോളും. ഇപ്പൊ ഞാനിപ്പോ എന്റെ ബാഗിൽ ഒരു വണ്ടിയുണ്ട്, ഞാൻ എന്റെ സൈഡിൽ കൂടെ ചെന്ന് ചേർന്ന് പോകുന്നു, കണ്ടോ, അവർക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ എന്ത് ചെയ്യുന്നു, അവർ കയറി പൊക്കുന്നു. ഇതേപോലെ ആയിരിക്കണം നിങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാനിത് കണ്ടില്ലേ, ഇപ്പൊ വളവ് ഇറക്കം കൂടാണ്, ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രേക്കൂടെ ഒന്ന് കൊടുത്തു. ബ്രേക്കൂടെ നിങ്ങൾ ബ്രേക്ക് വെച്ചുകൊണ്ടിരിക്കരുത്, ബ്രേക്കിലൊന്ന് കൊടുത്ത് നമ്മൾ ആ സ്പീഡ് ഒന്ന് കുറച്ചു. സ്പീഡ് കുറച്ചു, മനസ്സിലായി, സ്പീഡ് കുറച്ചു എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രേക്ക് വെച്ചോണ്ടിരുന്ന പിന്നെ എന്ത് ചെയ്യും, ബ്രേക്ക് വെച്ചാൽ വണ്ടി നിന്ന് പോകും. അപ്പൊ നമുക്ക് പിന്നെ ബ്രേക്ക് എന്ന് സ്വല്പം അയച്ചയച്ച് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് വണ്ടി കറക്റ്റ് ആയിട്ട് റണ്ണിങ്ങിൽ തന്നെ പോകുന്നുള്ളൂ. അപ്പൊ നമുക്ക് സ്പീഡ് കൂടുവാണെങ്കിൽ വീണ്ടും നിങ്ങൾ ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്യുക, വീണ്ടും പിന്നെ വണ്ടി നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ബ്രേക്ക് അത് കാലയക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ നമുക്ക് സൈഡിൽ കൂടെ തന്നെ ഓടിക്കാം. അപ്പൊ നമ്മളെ എല്ലാ ഗിയറും നമ്മൾ ആദ്യമേ കയറിയിരുന്ന് എല്ലാം ഇടണമെന്നും ഒന്നുമില്ല, 5 ഗിയറിട്ട ഡ്രൈവർ ആവണമെന്നും ഇല്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒക്കെ എന്താണോ ചെയ്യുന്നത് അതേ ഉള്ളൂ ഈ 4ാമത്തെ ഗിയറിലും 5ാമത്തെ ഗിയറിലും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ്. വീഡിയോ കാണുമ്പോഴൊക്കെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്ത് 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാ നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് ഞാൻ പഠിച്ചതാണ് എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു. നമ്മൾ പഠിച്ചതാണെങ്കിൽ വണ്ടി ഓടിക്കും, നമുക്ക് പഠിക്കാത്തത് കൊണ്ടാണ് വണ്ടി ഓടിക്കാൻ പേടി. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആണ്. പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാനുള്ള എന്റെ ജില്ല. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. കണ്ടില്ല, ഇപ്പൊ ഞാൻ എന്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നു. ഞാൻ 2 ഹമ്പുകൾ ചാടി, ആ സമയത്തെല്ലാം ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടിയൊക്കെ കയറ്റം കൂടെ ആയതുകൊണ്ട് ഞാൻ സ്ലോ ചെയ്തുകൊണ്ട് വണ്ടി ഫസ്റ്റ് ഗിയർ എടുത്തു. പിന്നെ ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു. എന്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ബാക്കിലെ വണ്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടും എന്ത് ചെയ്യരുത്, നിങ്ങൾ വാഹനം ഓടിക്കുക. അതാണ് ഈ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പേടിയുള്ളത്. കാരണം ബാക്കി വരുന്ന വണ്ടി ഇടിക്കുവോ എന്നുള്ള പേടിയാണ്. നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ബാക്കിൽ നമുക്ക് മുൻപിലുള്ള ആ ഒരു വിഷ്വൽ കൃത്യമായിട്ട് കിട്ടിയ ഒരു വാഹനം നമുക്ക് കണ്ടറിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറാതെ നിങ്ങൾ ബാക്കിലൊക്കെ ശ്രദ്ധിക്കാതെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടു, ഇപ്പൊ ഇവിടുന്ന് ഒരു വണ്ടി ഇങ്ങനെ ഒരു ബൈക്ക് കയറി വരുന്നത്, നിങ്ങൾ അങ്ങനെ ആ വഴിയിലോട്ട് നോക്കി നമുക്ക് പേടി വരും. നിങ്ങൾ ആ വണ്ടിയിലോട്ട് നോക്കാതെ തന്നെ നമ്മുടെ വാഹനം കൃത്യമായിട്ട് തന്നെ, ഇപ്പൊ ഇവിടെ ഒരു വണ്ടി ലെഫ്റ്റ് സൈഡ് കിടക്കുമ്പോൾ നിങ്ങൾ ആദ്യം മിററിൽ നോക്കി ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് ഇച്ചിരി മാറ്റി കൊടുക്കാനുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് മാറി കൊടുക്കണം. അപ്പൊ മിററിൽ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ എടുക്കാൻ. അല്ലാതെ നിങ്ങൾ മിററിൽ നോക്കാതെ ഇവിടെ ഒരു വണ്ടി കിടക്കുന്ന കണ്ടോണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾ റൈറ്റിലേക്ക് പിടിക്കരുത്. അപ്പൊ നമുക്ക് മുൻപിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന പാതയിൽ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പൊ അതേ നേരെ നമുക്ക് പോകാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മിററിൽ നോക്കണം. ആദ്യം മിററിൽ നോക്കി വണ്ടിയില്ല, കാരണം നമുക്ക് സ്വല്പം റൈറ്റിലേക്ക് പിടിക്കണം. കാരണം ഈ ഓവർടേക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഇത് വഴിയാ, റൈറ്റ് കൂടെ ആണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡ് കൂടെ അല്ല. അപ്പൊ വാഹനങ്ങൾ റൈറ്റ് സൈഡ് കൂടെ വരാം, അപ്പൊ നമ്മളെ ചേർന്ന് തന്നെ വണ്ടി വരും. അപ്പൊ നമ്മൾ മിററിൽ നോക്കി, കാരണം അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പം ഞാൻ അവിടെ ഒരു വണ്ടി ഉണ്ട്, ഞാൻ മിററിൽ നോക്കി വണ്ടിയിൽ സമ്മതം മേടിച്ചു, ഞാൻ അങ്ങോട്ട് പിടിച്ചു, കണ്ട വീണ്ടും എന്റെ സൈഡിൽ കൂടെ തന്നെ ആക്കി. അപ്പം നമ്മളിപ്പോ ഓപ്പോസിറ്റ് നമ്മളിങ്ങനെ സൈഡ് ചേർത്ത് റൈറ്റോട്ട് എടുത്ത സമയത്ത് ഒരു വണ്ടി ഫ്രണ്ടിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ വണ്ടിയെ നോക്കി പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ഈ ഓവർടേക്ക് ചെയ്ത് കയറുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പിടിച്ചു കളയരുത്. നമ്മൾ ഇതിനെ ഓവർടേക്ക് ചെയ്തു എന്ന് മനസ്സിലായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, ലെഫ്റ്റിലേക്ക് ആക്കാവൂ. ഇപ്പൊ എന്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്, ബാക്കിൽ വണ്ടിയുണ്ട്, ഞാൻ എന്റെ സൈഡ് തന്നെ ചേർന്ന് പോകുമ്പോൾ അവർക്ക് ഗ്യാപ്പ് ഉണ്ട്. കണ്ടില്ലേ, ഓട്ടോയൊക്കെ കയറി പോകുന്നു, കണ്ടോ. നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ചേർന്ന് പോയാൽ മതി. നമ്മളല്ലാതെ ഒരു വണ്ടി ബാക്കിൽ വരുന്ന കണ്ടോണ്ട് വെപ്രാളം തീർന്നു വെച്ച് പെട്ടെന്ന് ആക്സിഡന്റ് കൊടുക്കുവോ, അതുപോലെ തന്നെ നമ്മളെ മിററിലോട്ട് നോക്കുക. കാരണം പ്രത്യേകിച്ച് തുടക്കക്കാരെ സംഭവം എന്ന് വെച്ചാൽ മിററിലൊക്കെ പലർക്കും നോക്കാൻ തന്നെ പേടിയാണ്. അഥവാ നോക്കി കഴിഞ്ഞാൽ എന്തിനാ നോക്കേണ്ടതെന്നോ, അഥവാ നോക്കി കഴിഞ്ഞാൽ എവിടെയാ നോക്കേണ്ടതെന്നോ ഒരു കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാതെ എന്ത് ചെയ്യും, സമയം കൂടുതൽ എടുക്കും അവർ മിററിൽ നോക്കി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും നമ്മുടെ വണ്ടി റണ്ണിങ്ങിലാണ്, എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ തട്ടുവും റൈറ്റ് സൈഡിലുള്ള വണ്ടിയൊക്കെ പോയി ഇടിക്കാൻ, റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഒക്കെ വണ്ടി സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റിയൊക്കെ പോയി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു കാരണത്തിലും അങ്ങനെ ചെയ്യരുത്. അതേപോലെ തന്നെ ജംഗ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെയാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ നോക്കിയിരിക്കുക. അതിനുള്ളിൽ വരുന്ന വണ്ടിയുള്ള നമുക്ക് ബന്ധം വരുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരുപാട് നോക്കി ദൂരേന്ന് വരുന്ന വണ്ടിയെ നോക്കി നമ്മൾ നിർത്തി കൊടുക്കുമെന്നും
വേണ്ട, നമ്മൾ മുൻപോട്ട് തന്നെ നോക്കിയിരിക്കുക. അപ്പൊ നമ്മൾ അവിടെ സ്ലോ ചെയ്ത് തന്നെ വേണം നമ്മൾ മുൻപോട്ട് തന്നെ നോക്കിയിരിക്കാം. കാരണം ജംഗ്ഷനാണ്, പെട്ടെന്ന് ഒരു വണ്ടികളൊക്കെ വരാം. അപ്പൊ സ്ലോ ചെയ്ത് നമ്മൾ നേരെ തന്നെ നോക്കുമ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ നോക്കുന്ന ആ പൊസിഷന് നേരെ തന്നെ ഒരു വാഹനങ്ങളൊന്നും ഉള്ളിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് വാഹനം എടുക്കാം. കണ്ടില്ലേ, ഞാനിപ്പോ സെക്കൻഡ് ഗിയർ തന്നെ അപ്പം ഈ 2-2.5 കിലോമീറ്റർ വന്നിട്ട് പോലും ഞാനെന്ത് ചെയ്തില്ല, തേർഡ് ഗിയർ ഇടാനോ ഒന്നും പോലെ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റോഡുമായിട്ട് ഒരു ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തില്ല, വാഹനം പേടികൾ മാറത്തുള്ളൂ. അല്ലാതെ നമ്മൾ കയറി ഇരിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ സെക്കൻഡ് ഇടണോ, ഇവിടെ ചെല്ലുമ്പോൾ തേർഡ് ഇടണോ, അവിടെ ചെല്ലുമ്പോൾ സ്റ്റിയറിംഗ് ആണോ തിരിക്കേണ്ടത്, അവിടെ ചെല്ലുമ്പോൾ ക്ലച്ച് ആണോ ചവിട്ടേണ്ടത്, അവിടെ ചെല്ലുമ്പോൾ ബ്രേക്ക് ചവിട്ടണോ, വണ്ടി കാണുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കാൻ പോകുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഡ്രൈവിംഗ് സീറ്റിൽ കയറാൻ പോലും പേടികൾ ഉണ്ടാകും. നിങ്ങൾ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും മാത്രം നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് നമുക്ക് മുമ്പിൽ തടസ്സമുണ്ടോ, കണ്ട് ഇങ്ങനെ അങ്ങ് നിർത്തി കൊടുക്കുക. കണ്ട വണ്ടികൾ പറയി വരുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് പിടിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഇവിടെ നിർത്തി. കണ്ട അപ്പൊ ഈ സൈഡ് തന്നെ ആയതുകൊണ്ട് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയിൽ അങ്ങ് പോകും, നമ്മൾ അങ്ങോട്ട് പിടിച്ചാലേ ഉള്ളു പ്രശ്നം. അപ്പൊ ഞാൻ അവിടെ നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്തു. എനിക്ക് ബാക്കിൽ വണ്ടിയില്ലെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇപ്പൊ ബാക്കി വണ്ടിയില്ല, ഞാൻ റൈറ്റ് സൈഡിലോട്ട് സ്വല്പം കൂടെ ആക്കി. കണ്ടേ, പതിയെ. അപ്പൊ അവിടുത്തെ വണ്ടികളെ കൊണ്ടുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് നിങ്ങൾ പിടിക്കരുത്. നമ്മൾ എത്രത്തോളം ഗ്യാപ്പ് എടുത്തോ അത് ഈ നമ്മുടെ കണ്ണിന് ഈ വണ്ടി മറങ്ങണം വരെ അതേ ഗ്യാപ്പിൽ തന്നെ പോവുക. കണ്ട, എന്നിട്ട് ഇങ്ങോട്ട് പിടിക്കാവൂ. അല്ലാതെ അവിടുന്ന് ഒരു വണ്ടി വരുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ഇങ്ങോട്ട് പിടിക്കരുത്. ഞാൻ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. അപ്പൊ നമുക്കൊരു നല്ലൊരു റണ്ണിങ് ഉണ്ട്. ക്ലച്ചിന്ന് കാലെടുത്ത് കഴിയുമ്പോഴും വണ്ടിക്ക് റണ്ണിങ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പത്തന്നെ എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കുക. അല്ലാതെ നമ്മൾ ആക്സിഡന്റ് കൊടുത്ത് റേസ് ചെയ്ത് 1 കിലോമീറ്റർ വരെ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ ഓടിക്കണമെന്നില്ല. ഒരു വണ്ടി റണ്ണിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇപ്പൊ എന്റെ സൈഡിൽ കൂടെ തന്നെ ചേർന്ന് ഞാനിപ്പോ ഒരു കാരണവശാലും എന്ത് ചെയ്ത് നമ്മൾ സെൻട്രലിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ ഒന്നും പോകരുത്. കണ്ടില്ലേ, നമ്മുടെ സൈഡിൽ തന്നെ ചേർന്ന് തന്നെ ഇതേപോലെ അങ്ങ് ഓടിക്കുക. നമുക്ക് ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സങ്ങൾ തോന്നുവാണെങ്കിൽ നമ്മുടെ കാൽ ആക്സിലേറ്ററിലാണെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ ഒന്ന് പൊക്കുന്ന സമയത്തും നമ്മൾ അങ്ങോട്ട് അടുത്തോണ്ടിരിക്കും. അപ്പൊ ആക്സിലേറ്റർ നമ്മൾ കാല് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു സ്വാഭാവികമായിട്ട് എന്താവും, പിന്നെ സ്പീഡ് കൂടത്തില്ല. അപ്പൊ നമ്മൾ പിന്നെ അതിന്റെ അടുത്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി നമ്മൾ അടുത്തോണ്ടിരിക്കുന്നതോറും ആ വണ്ടി അവിടെ നിർത്തിയിരിക്കുക, പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെ ക്ലച്ച് കൂടി ചവിട്ടി കൊടുത്ത് ബ്രേക്ക് കൂടെ അങ്ങ് കാല് വെക്കുക. അപ്പൊ നമ്മൾ ആദ്യം വന്നിട്ട് ചവിട്ടി കൊടുക്കേണ്ട സംഭവം ക്ലച്ചാണ്. നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലുമാണ് നമ്മളിങ്ങനെ ആ ഒരു ബാലൻസ് കിട്ടുന്ന വരെ ഓടിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പെട്ടെന്ന് നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണ നമുക്ക് പെട്ടെന്ന്. സ്പീഡിൽ നമ്മൾ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കൈകാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കൈയും കാലും എല്ലാം വർക്കായി വരേണ്ടതാണ്. അപ്പം പെട്ടെന്ന് സ്പീഡിൽ പോകുന്ന സമയത്ത് കൈ അനക്കുന്നതിന് മുമ്പ് കാലനക്കിയാലോ അല്ലെ കാലനക്കുന്നതിന് മുമ്പ് കൈ അനക്കുന്നതോ അല്ലെ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം തെറ്റിപ്പോ. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റിലും സെക്കൻഡിലും തന്നെ ഓടിച്ചു കഴിഞ്ഞാല് ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് കൈയാണോ പ്രവർത്തിക്കേണ്ടത് കാലാണോ പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതുപോലെ പേടി കൂടാതെ നമുക്ക് ഓടിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഒരു സർക്കിളാണ്. ഞാൻ അപ്പൊ സർക്കിൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ ഈ സൈഡിൽ കൂടെ തന്നെ ചേർന്ന് പോകുന്നു. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നോക്കിക്കോണം, ഞാൻ അപ്പൊ റൈറ്റ് സൈഡ് ചേർന്ന് പോകേണ്ടതായതുകൊണ്ട് ഞാൻ ആ റൈറ്റ് സൈഡ് ചേർന്ന് അങ്ങനെ പിടിക്കണം. കാരണം ലെഫ്റ്റ് സൈഡിൽ കൂടെ താഴെ കൂടെ റോഡ് വരുന്നുണ്ട്, എനിക്ക് യൂ ടേൺ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഈ സൈഡ് തന്നെ ചേർന്ന് കണ്ട. എന്നിട്ട് ഇങ്ങോട്ട് കയറുമ്പോൾ മിററിൽ നോക്കിക്കണം, കാരണം അവിടുന്ന് വരുന്ന വണ്ടികളും കയറി വരാം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തിരിക്കുന്നു. ഇവിടുന്ന് തിരിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി ഇങ്ങനെ വരാം. അപ്പൊ നമ്മൾ ഇവിടെ ക്ലച്ചും ബ്രേക്കും കൂടെ കൊണ്ട് നിർത്തണം നമുക്ക് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ. എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് നോക്കണം വണ്ടിയില്ലെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യോ, നമുക്ക് പോകേണ്ടത് താഴെക്കൂടാണ്, പാലത്തിന്റെ താഴെക്കൂടാണ്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടിയെ കൊണ്ടുവരിക. കണ്ട, എന്നിട്ട് നമ്മുടെ സൈഡിലാണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ മാത്രം ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുത്തു, ആക്സിലേറ്റർ മാറ്റി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇപ്പൊ എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി ഉണ്ട്, എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടുന്ന് ക്ലച്ച് ചവിട്ടി എന്നിട്ട് ആവശ്യമുണ്ട് ബ്രേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ വണ്ടി കയറിയില്ല, അതുകൊണ്ട് ഞാൻ ബ്രേക്ക് കൂടെ വെച്ചു. അപ്പൊ അവിടുന്ന് വണ്ടി വന്നതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി. കണ്ട, എന്നിട്ട് ഇപ്പൊ നിർത്തിയ വണ്ടിയാണ് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ബ്രേക്ക് എന്ന് മാറ്റി ക്ലച്ച് എന്ന് എടുക്കുന്നു. കണ്ട, ഇതേപോലെ വേണം തരാൻ. അല്ല നിങ്ങൾ അവിടുന്ന് വരുന്ന വണ്ടിയെ കണ്ടോണ്ട് ഇവിടുന്ന് വരുന്ന കിടക്കുന്ന വണ്ടിയെ കണ്ടോണ്ട് വെപ്രാളം തീർന്നിയും വെച്ചെന്ത് ചെയ്യരുത്, പെട്ടെന്ന് ക്ലച്ചോ ബ്രേക്കാണോ ചവിട്ടണോ അറിയാതെ പെട്ടെന്ന് ബ്രേക്കിലേക്ക് കാലം നമുക്ക് നിർത്താൻ ബ്രേക്കാണോ അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ബ്രേക്കിലേക്ക് വെച്ച് വണ്ടി എന്ത് ചെയ്യും, ഓഫ് ആയി പോകും. ഇപ്പൊ വേണ്ട, ഫ്രണ്ടിൽ ഒരു ഹം ഉണ്ടായിരുന്നു, ഞാൻ ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തു, ക്ലച്ച് ഒന്ന് ചവിട്ടി കൊടുത്ത് ക്ലച്ച് പതിയെ എടുത്തു. കണ്ട, ഇപ്പൊ എനിക്ക് അവിടെ സ്വല്പം റൈറ്റിലേക്ക് ഒന്ന് മാറണം. ഞാൻ മിററിൽ നോക്കി വണ്ടിയില്ല, ഞാൻ സ്വല്പം റൈറ്റ് സൈഡിലോട്ടാക്കി. കണ്ട, കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ തട്ടാതെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയെ തട്ടാതെയും കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്ത് റോഡിലൂടെ പേടി കൂടാൻ എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് എടുത്തെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയാണ്, അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ള എന്നെ കോൺടാക്ട് നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ല നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ചെയ്യുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും
ഇത് കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയതും അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.